ഹലോ ഗായ്സ്, രാവിലെ തന്നെ ജൂലിയും മോനും കണ്ടോ മണ്ണിൻ്റെ അകത്ത് കിടന്ന് ഉരുളുക. നമ്മുടെ ഗുണ്ടൂസിനെ നമുക്ക് ഇന്ന് കൊണ്ടുപോയിട്ട് കുത്തിവെപ്പ് എടുക്കണേ. വരുന്ന വഴി തന്നെ അവൻ്റെ ചേട്ടനെയും ചേച്ചിയൊക്കെ ഒന്ന് കാണാൻ കയറാവേ. ആ കൂടെ തന്നെ അവന് കുറച്ച് സാധനങ്ങളും മേടിക്കണേ. ഇവിടെ 2 കുരിപ്പുകൾ കണ്ടോ. രാവിലെ എന്നെ സഹായിക്കാനായിട്ട് ഇറങ്ങിയതാണ്. ഞാൻ പറഞ്ഞു ഇവിടുന്ന് ഒത്തിരി മണ്ണ് ചവിട്ടി കയറുത്തെന്ന് പറഞ്ഞാൽ അതാ പുതിയ സ്റ്റെപ്പൊക്കെ ഇട്ട് തരുവാണ്. ചെറുത് കണ്ണനാണെങ്കിൽ കാടൊക്കെ പറിച്ച് തൂത്തൊക്കെ വാരുന്നുണ്ട്. ഭയങ്കര സഹായമാണ് കേട്ടോ രാവിലെ 2 പേരും. ഇവിടെ ഒരു കുഞ്ഞി കുളമുണ്ടേ. അതിൽ കഴിഞ്ഞ ദിവസം മഴ പെയ്ത് ഉറവയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അത് ഇവരോട് പറഞ്ഞപ്പോൾ ഇപ്പം ഗുണ്ടുവിനെ അവിടെ കൊണ്ട് കുളിപ്പിക്കാൻ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് രാവിലെ തന്നെ എന്താ ബഹളമെന്ന് വെച്ച് കലുവിലൊക്കെ കിടന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്. അങ്ങനെ ഗുണ്ടുവിനെയും കൊണ്ട് കുളിക്കാനായിട്ട് പോവുകയാണ്. നോക്കിയാൽ ഗുണ്ടുവിൻ്റെ ദേഹത്തെ ചള്ള കിടന്ന് ഉരുളുമായിരുന്നു. മുറ്റത്തെ കാടുപറിക്ക് മൊത്തം കഴിഞ്ഞില്ല, സമയം പോവുമല്ലോ. എന്നാൽ പോയി ഗുണ്ടുവിനെ കുളിപ്പിച്ചിട്ട് വന്ന് കൊണ്ട് കുത്തി വെച്ചിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് പോന്നതാണ്. ഇവിടെ എത്തിയപ്പോഴുണ്ട് കണ്ടം പറഞ്ഞമ്മേ ഇതിനകത്ത് വെള്ളമൊന്നും ഇല്ല, ഫുള്ള് ഉണങ്ങിക്കിടക്കുന്നെന്ന് പറഞ്ഞു. വലിയൊരു കുഴിയായിരുന്നേ, മണ്ണ് വീണ് അത് നികന്നു. എന്താണേലും വെള്ളമൊന്നുമില്ല, വെറുതെ ഇവിടെ വരെ വന്ന് സമയം കളഞ്ഞു. ആൾക്കുട്ടി ഈ പടയെല്ലാം കൂടി ഇപ്പം ഇങ്ങോട്ട് വന്നാന്നൊക്കെ ഇങ്ങനെ നോക്കുന്നു. ഗുണ്ടൂസിൻ്റെ ഓട്ടം കണ്ടോ വെച്ചോടാ. അയ്യോ, അങ്ങനെ വീട്ടിൽ വന്നു. പെട്ടെന്ന് കുട്ടൂസിനെ കുളിപ്പിച്ച് ഉണക്കി ഇനി ആശുപത്രി കൊണ്ടുപോകണം, താമസിക്കണ്ടല്ലോ എന്നോർത്ത് വേഗം കുളിപ്പിച്ച്. നോക്കി നനഞ്ഞ കോഴി എന്നൊക്കെ പറയുന്നത് അല്ല, ദാണ്ടിരിക്കുന്നുണ്ട്. ആകെപ്പടെ കരടത്രേ ഉള്ളൂ. അങ്ങനെ കുളിപ്പിക്കൽ എന്ന വലിയ അപാരത കഴിഞ്ഞിരിക്കുകയാണ് ഗായ്സ്. ഇനി അവനെ തോർത്തി ഉണക്കി എടുത്തുകൊണ്ട് നമുക്ക് ഓടാവേ. അപ്പൂസ് അവിടെ ഭയങ്കര പരിപാടികളാണ്, സ്റ്റെപ്പ് ഇടാനുള്ള. ഞാൻ പറഞ്ഞടാ അത് അവിടെ ശരിയാവില്ല. അപ്പോൾ പറഞ്ഞു ഇല്ലമ്മേ ഞാൻ ശരിയാക്കി തരാം, അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞ് ഞാൻ ഓർത്ത് കുറച്ച് നേരം എന്തൊക്കെയോ അവൻ്റെ ഒരു ഇതിൽ ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. ഇവിടെ ഒരാൾ പോകാൻ റെഡിയായിട്ട് വണ്ടിയിൽ കയറി. എന്നോട് പിണങ്ങി മാറി കിടക്കുക കേട്ടോ, എന്നോട് മിണ്ടത്തില്ല അവന്. അച്ചടാ ആ കിടപ്പൊക്കെ നോക്കിക്കേ, പിണക്കമൊക്കെ മാറിതാ എൻ്റെ മടിയിലോട്ട് വന്ന് കയറി കേട്ടോ. ഓ നിങ്ങൾ എന്നെ വീഡിയോ എടുക്കുവാണോ? ഏത് സ്റ്റൈലിൽ ഞാൻ മുഖം വെക്കണം, ഇങ്ങോട്ട് വെക്കണോ അങ്ങോട്ട് വെക്കണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള വേ കണ്ടോ. ഇവിടെ പോവാന്ന് പറഞ്ഞേ, ഇവിടെ പോവാന്നറിയാവോ? അങ്ങനെ നമ്മളിവിടെ എത്തി ഗൈസ്. കുരുപ്പിന് കുത്തിവെപ്പ് എടുക്കുന്ന കാര്യം ഓർത്തപ്പോൾ ഒരു വിഷമം. 1 വർഷത്തിന് ശേഷം വീണ്ടും പരിചയം പുതുക്കാൻ. പശുവിനെല്ലാം കൊടുത്തിട്ട് 1 വർഷമായിരുന്നു. ഇപ്പൊ ഈയിടെ മേടിക്കാനായിട്ട് അനുജനെ വിളിച്ച് പറഞ്ഞത് ഞാൻ അവിടെ പോകുന്നത് 1 വർഷം. നമുക്ക് ഡോക്ടറെ കാണാവേ. ഇവരെല്ലാമായിട്ട് നല്ലൊരു കൂട്ടായിരുന്നു. പെട്ടെന്ന് ഇവിടെ വന്നപ്പോൾ ഇവർ പോവാന്ന് അറിഞ്ഞപ്പോൾ ഒരു വിഷമമായിരുന്നു. എന്നെ വന്ന് കണ്ടപ്പോൾ ഒന്നുകൂടെ മനസ്സിനൊരു വിഷമമായിപ്പോയി. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നമ്മുടെ കുട്ടിക്കുറുമ്പന് കുറച്ച് സാധനം മേടിക്കാനുണ്ട്. കുറച്ച് കുഞ്ഞു സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വേഗം വരാവേ. പിന്നെ ഗൈസ് ഇവന് കുത്തിവെപ്പ് എടുത്തില്ല കേട്ടോ, അത് പറയാൻ വിട്ടുപോയി. അവനെടുത്തില്ല, കുറച്ച് ഒരു 10 ദിവസം അവിടെ കഴിയട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് എടുത്താൽ മതി എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മളിങ്ങനെ തിരിച്ചു പോന്നേ. അങ്ങനെ ഇവിടുത്തെ മീഡിയയിലൊക്കെ കഴിഞ്ഞു ഗായ്സ്. നമ്മൾ അവിടെ നിന്ന് വീണ്ടും ഇറങ്ങി നമ്മൾ ഇവൻ്റെ പേരൂടെ നമുക്ക് റേഷൻ കാർഡിലൊക്കെ ഒന്ന് ചേർത്തിട്ട് അടിച്ചു വെച്ച് നോക്കാവേ. ഗായ്സ്
ഗായ്സ് നമ്മുടെ കുണ്ടൂസിന്റെ കൈ പതിഞ്ഞില്ല ഗായ്സ്. അതുകൊണ്ട് എന്റെ കൈ പതിച്ച് നമ്മൾ അരിയൊക്കെ മേടിച്ചിട്ടാണ്ട് വരിക്കെട്ടി പോരുവാണേ. നമുക്ക് ഇനിയും പോയിട്ട് നമ്മുടെ മിന്നൂസിനെ കാണാവേ. മിന്നുവിനെ കൊടുത്തേക്കുന്നത് ഇവിടെ അടുത്താണ്, നമുക്കൊന്ന് പോയി കണ്ടിട്ട് വരാവേ. അങ്ങനെ നമ്മള് മിന്നുവിന്റെ വീട്ടിലെത്തി. അങ്ങനെ നമ്മുടെ ഗുണ്ടുവും മിന്നുവും തമ്മിൽ കണ്ടേ. ഗുണ്ടുവിന് അത്ര സ്നേഹവും കാണിക്കുന്നില്ല, പക്ഷെ മിന്നു ഭയങ്കര സ്നേഹമായിരുന്നു. ഇവളെപ്പോഴും ഞാൻ അടുക്കളയിൽ നിൽക്കുമ്പോൾ എൻ്റെ കൊലുസ് ഇങ്ങനെ കടിക്കുമായിരുന്നു. കടിച്ച് അതിൻ്റെ ഒരു കണ്ണി പൊട്ടിക്കുകയും ചെയ്തു ഇവളാ. അപ്പൂസ് ഞങ്ങളുടെ കൂടെ വന്നില്ല, വീട്ടിൽ തന്നെ ഇരിക്കുവാണ്. ഞാൻ വരുന്നില്ല, ഞാൻ ഇവിടെ ഇരുന്നോളാന്ന് പറഞ്ഞ് അവൻ വന്നില്ല. എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഇവിടെ റേഷൻ കടയിൽ വരുമ്പം ഇവളിവിടെ അടുത്തല്ലേ കയറി കാണണമെന്ന്. പക്ഷെ ഞാൻ അത് പറ്റുമല്ലോ എന്ന് അറിയത്തില്ല, ഞാനോട് പറഞ്ഞുമില്ല. അതേസമയം പാവാടിയെ കാണാൻ പോകാനാണെങ്കിൽ അവൻ ഇപ്പം മുന്നിൽ ചാടിയനെയായിരുന്നു. അങ്ങനെ അത് അവക്കുള്ള ഇഞ്ചക്ഷനും മരുന്നും ഒക്കെ ഞങ്ങളോടുള്ളപ്പോൾ എല്ലാം ചെയ്തേ. സ്മാർട്ട് ആകട്ടെ. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇത്തിരി കൊടുത്താണ്. അത് സാരമില്ല, ഛർദിച്ചോ കളഞ്ഞോട്ടോ. അതിന് വല്ലാത്ത ടേസ്റ്റ് ആയിരുന്നു. എനിക്കിതൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടല്ലേ, അല്ലാതെ ആരെങ്കിലും ഇങ്ങനെ മനപ്പെടും. ഗൈസ്, മിന്നു എന്നുള്ള പേര് ഇവനാ കണ്ണാനായിട്ടിരുന്നത്. അപ്പം പേരൊക്കെ മാറ്റി ഇവൾക്ക് ഇട്ടേക്കുന്ന പേരെന്താണെന്നറിയാവോ? ഇവളുടെ പേര് അവിടെ ഇട്ടേക്കുന്ന പേര് സുശീല. സുശീല എന്നാണ് ഇവൾക്ക് ഇട്ടേക്കുന്ന പേര്. കൂടിയ ഷാമ്പുവാ 800 രൂപ. ഇതിനെ കുളിപ്പിക്കാനേ പറ്റുമല്ലോ. നിങ്ങൾ ഇതിനെ കുളിപ്പിച്ചായിരുന്നോ? കുളിപ്പിക്കണം. കണ്ണൻ ഇവിടെ അങ്ങ് അടുത്തു. എന്നിട്ട് ഇപ്പം അവളെ മേടിക്കണം. എന്നോട് പറഞ്ഞു, അമ്മ എങ്ങനെയായിരുന്നു നമുക്ക് മേടിക്കാമെന്ന്. അവളുടെ പേര് ജൂലി എന്നാണേ. ഞാൻ പറഞ്ഞു അവളെ കൊടുക്കാനുള്ളതൊന്നുമല്ല, അവിടെ വളർത്താൻ ഇട്ടേക്കുന്നതാണ്. അന്നേരം ഇപ്പം അവൻ ചോദിച്ചത് മനസ്സിലാക്കുകയും ചെയ്തു. കൊടുക്കാനാന്ന് അറിഞ്ഞാൽ പിന്നെ എനിക്ക് സൗകര്യം തന്നിട്ടില്ല. അത് മിനിയേച്ചറാ, ചെറിയ ടൈപ്പാ വരുന്നത്. ഇളയം കൊണ്ട് തന്നെ അതിനിപ്പോ അത് വളർന്നാലും ഒരിച്ചിരി ചെറിയ കുഞ്ഞായിരിക്കും. കുറെ കഴിയുമ്പോ അത് വ്യത്യാസമില്ല. പിന്നെ ഇവിടെ കുറെ പേരുണ്ട് കാണാനേ. നമുക്ക് അവരെയൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരാവേ. ഇവർ രണ്ടുപേരുടെ ഇവിടെ ഒന്ന് കളിക്കിട്ട് നമുക്ക് പോയി കണ്ടിട്ട് വരാവേ. നമ്മുടെ അപ്പൂക്ക് കൊച്ചിലെ പൂങ്കോഴി നിന്ന് കൂന്ന് കേൾക്കുമ്പം എന്നോട് പറയാം, നമ്മ പൂന്തോഴി പോകുന്നുണ്ട്. അങ്ങനെ ദാ കുറെ പൂന്തോഴി നിൽക്കുന്ന കണ്ടോ ഗൈസ്. അവൻ ലാസ്റ്റ് ചെന്ന് ചോദിച്ച് ജൂലിയെ അഴിച്ചു വിട്ടു കഴിഞ്ഞാൽ പിന്നെ കണ്ണന് സമാധാനമായത്. അങ്ങനെ ഓട്ടവും കഴിഞ്ഞ് ജൂലി ദാ പോയി കൂട്ടി കേറി കഴിഞ്ഞു. അവനും ഇതുപോലെ തന്നെ അവിടെ ഇരുന്ന് വിരിഞ്ഞിതാ കുഞ്ഞുങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. തള്ളക്കൊടിയും കുഞ്ഞുങ്ങൾ ഇരിക്കുന്നുണ്ടോ? അവൾക്കുള്ള കുത്തിവെപ്പൊക്കെ ദാ ഇവിടെ എടുത്തു. ഒരുത്തന്റെ നോട്ടവും നിൽപ്പും കണ്ട. ഗുണ്ടൂരിട്ട് ഒന്ന് കിട്ടേണ്ടതായിരുന്നു, അവൻ രക്ഷപ്പെട്ടു പോയി. പക്ഷെ
അങ്ങനെ മിന്നുവിന്റെ വീട്ടിൽ നിന്നും, മിന്നു അല്ലല്ലോ സുശീലയുടെ വീട്ടിൽ നിന്നും നമ്മൾ തിരിച്ചു പോന്നു ഗായ്സ് വീട്ടിലോട്ട്. അച്ചോടാ അതും ഉണ്ടോ ഒരാൾ ബോധം കെട്ട് കിടന്നുറങ്ങുന്നത്. ഈ ഇവളെ എവിടേക്കോ എന്നെ കൊണ്ടുപോയി വെയിൽ കൊള്ളിച്ച് എൻ്റെ ബോധം എല്ലാം പോയേന്ന് പറഞ്ഞ് ദാണ്ട് കിടക്കുന്നു. ഇവിടെ എന്ത് പിടിപെട്ടിയാലും ഞാൻ എണീക്കത്തില്ല എന്ന് പറഞ്ഞുള്ള കിടപ്പ്. കുഞ്ഞൊരു ബെൽറ്റും കുഞ്ഞൊരു മണിയൊക്കെ മേടിച്ചിട്ടുണ്ട്. ചില സമയത്ത് ഇവന് എവിടാന്ന് അറിയത്തില്ല, അനക്കം ഇല്ലാതെ പോയി എവിടെയെങ്കിലും തണുപ്പ് പറ്റി കിടന്നുറങ്ങും. അപ്പോൾ ഈ മണി കെട്ടിക്കൊടുത്താൽ ഇവൻ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അനക്കം കേൾക്കാമല്ലോ. ഞങ്ങൾ മിന്നുവിനെ കാണാൻ പോയ കാര്യം അറിഞ്ഞു ഗൈസ്. അപ്പോഴേതാണ്ട് അപ്പൂസ് വേഗം എനിക്ക് പാമ്പാടിയെ കാണാൻ പോണമെന്ന് നമ്മുടെ ഗുണ്ടുവിനെയും പൊക്കിയെടുത്ത് പൗഡറൊക്കെ ഇടിയിക്കുക, നമുക്ക് പാമ്പാടിയെ പോയി കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ്. നമ്മുടെ ഗുണ്ടു ഓർക്ക് ഇത് എന്തൊരു ഇടപാടാ, ഞാനൊന്ന് പോയി വന്നതിൻ്റെ ക്ഷീണം തീർന്നില്ല, എന്നെ എടുത്തോണ്ട് ഇനി എവിടെ പോവാന്ന് പറഞ്ഞ് ദാണ്ട് ദാ അങ്ങനെ നമ്മൾ പാമ്പാടിയുടെ അടുക്ക് എത്തി. പാമ്പാടിയുടെയും പേര് മാറ്റി അവന്റെ പേര് ഇട്ടേക്കുന്നത് ശംഭു. അപ്പൂന് കണ്ടിട്ട് ഒരു തരവും വയ്യ, പക്ഷെ പഴയ പോലെ അപ്പൂൻ്റെ അനങ്ങാതെ ഇരിക്കുന്നില്ല. നേരത്തെ അവൻ TV ഒക്കെ കാണാനിരിക്കുമ്പോ അവന്റെ കൂടെ ഇരിക്കുവായിരുന്നേ. ഒരാള് തുടരും പൊട്ടിച്ച് വന്നു ഗൈസ്. പണ്ട് ഏതോ കഥ നമുക്ക് പഠിക്കാനില്ലായിരുന്നു, എന്താ കരടി മണക്കാൻ വരുമ്പോ ചത്ത പോലെ കിടക്കണം എന്ന് പോലെ ഞാൻ ചത്ത പോലെ ഇരുന്നു പോയി ഗൈസ്. ഒന്നും പറയണ്ട. കളിയെല്ലാം കഴിഞ്ഞതാണ്ട് നമ്മുടെ പാമ്പാടിയല്ലല്ലോ ശംഭു ഇപ്പൊ ദാ ഓടിപ്പോയിട്ട് അകത്ത് പോയി കയറി കിടന്നു. ഇരിക്കാനല്ല മണ്ണി പോവാന്. ചിറ്റിയെ വിളിച്ച് അമ്മ വിളിച്ചു വെച്ചു വേറെ ഒരാളുടെ കൊണ്ട് കാണിച്ചിട്ട് കളിച്ച് ഇവന് കളിക്കണോന്നാണ്, പക്ഷെ അവൻ അങ്ങനല്ല, അവൻ നേരത്തെ ഗുണ്ടുവിന് ആ കൂടെ കളിക്കണമെന്നോ അങ്ങനൊന്നും ഇല്ല. ഗുണ്ടുവിന് എങ്ങനെയും അപ്പുറം ചാടി മുമ്പേ അങ്ങപ്പുറം ചാടിയിട്ട് അവിടെ പോയി മണ്ണ് മാന്തി അവൻ അതിൻ്റെ അകത്ത് കിടക്കാനായിട്ട്. പിന്നെ അള്ളി പിടിച്ച് കയറുന്നുണ്ട്, അവന് ചള്ള കുഴച്ച് അത് കിടക്കാനായിട്ടുള്ള പരിപാടിയെ കുരുപ്പിന്റെ പരിപാടികളെ. ഇന്ന് നമ്മുടെ ഗുണ്ടുവിന്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. നമ്മളിടുന്ന വീഡിയോസ് കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയോടെ ബൈ.